അയ്യോ ഇല്ലാട്ടെ, ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം ഇന്നലെ ഇനി 4 ദിവസം താമസിക്കാൻ പോകുന്ന റൂം ഇതാണ്. അപ്പോൾ ദാൽ തടാകത്തിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഇതുപോലെ ഷിക്കാരകളുണ്ട്. ഇതിൽ ചെറിയ പൈസയ്ക്ക് റൈഡ് എടുത്താം. അതുപോലെ ദാൽ തടാകത്തിൽ ഈ ഹൗസ് ബോട്ടുകളിൽ താമസിക്കാം. പക്ഷെ ഇവിടെ ഈ രാവിലെ നടക്കുക എന്നുള്ളത് ഭയങ്കര സ്വപ്നം കേട്ടോ. അതിനാണ് രാവിലെ തന്നെ രാവിലെ എണീറ്റതല്ല, എല്ലാവരും എണീറ്റിട്ടപ്പോൾ അവിടെ എണീറ്റു. പിന്നെങ്ങനെയാണ് ഇറങ്ങിയപ്പോൾ കാഴ്ചകളുടെ ഇതാണ്. കാരണം ഈ കാഴ്ച പിന്നെ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. From Kerala? Yes, Kerala. We are just Malappuram? Yes, Malappuram. Yeah. No boating? Samadhi Gungun? No. Cheap price here. How many person was? 4 persons. 4 person. 1 hour 500 rupees for 4 person. Okay. No, we will 4 days here. Okay, no problem. Okay. അങ്ങനെ മുമ്പ് നമ്മളെ ബോട്ട് റേസിങ്ങിന് ക്ഷണിച്ചു. 4 പേർക്ക് 500 രൂപ 1 മണിക്കൂറിന്. കുഴപ്പമില്ല. പക്ഷേ ഇൻഷാല്ലാ ചിലപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ഭാഗത്ത് തന്നെ ബോട്ട് റേസിങ് ഉണ്ടോ അറിയില്ല. ഓയ്യോ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ സൂം ചെയ്തെടുത്തോ. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്, പക്ഷേ പട്ടികളൊന്നും കടിക്കണില്ല. നാട്ടുകാർ വളരെ നൈസാണ് അല്ലേ. പട്ടികൾ വെറുതെ കുരച്ച അലമ്പുണ്ടാക്കി ഒന്നുമില്ല. മൊത്തത്തിൽ നല്ല ഒരിത്. ഇവിടെ ചെറിയ വൃത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ആലപ്പുഴയിൽ പോയില്ലേ ഫിക്കെ, ആലപ്പുഴയിൽ ഹൗസ് ബോട്ട്. പക്ഷെ ഇവിടെ ഇതാണ് തണുപ്പാണ്. ഇവിടെ ഒരു മലയാളി ഗ്രൂപ്പ് ഓഫ് പീപ്പിള് വഴി ഇവരിതൊക്കെ വന്ന് കൊണ്ടുവന്നു. നമ്മളെ മറ്റേ വേണ്ടത് വരാം. ഇവിടെ ഷാളിൻ്റെ സീറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഞങ്ങള് പൈസ ഒന്നും എടുത്ത് ജസ്റ്റ് വാക്കിങ്ങിന് ഇറങ്ങി. ജസ്റ്റ് വാക്കിങ്. വി ആർ നോട്ട് ഫോൺ പേ. ഫോണൊക്കെ അവിടെ ഫോൺ റൂം വെച്ച് ക്യാമറ വെച്ച് we will return this way. We will after some time we will return this way. Okay. We not bring mobile cash. ഓട്ടോ മാൻസൺ അവര് ഇതൊക്കെ വെക്കുന്നുണ്ട്. നല്ല മനുഷ്യരാട്ടോ. വെറുതെ നമ്മളങ്ങനെ വെറുപ്പിക്കലൊന്നുമില്ല അല്ലേ. ചില കണ്ടുകൾ ഇങ്ങനെ വാങ്ങി കണ്ടിട്ടുണ്ടാവരുത്. വാങ്ങിക്കോളി, നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത്. അതൊക്കെ നഗരെ കാശ്മീരിലെ ശ്രീനഗറിലെ തണുപ്പേറ്റ് ഞാനും ഷെഫീഖും കൂടി നടക്കുകയാണ് ദാൽ ലേക്കിൻ്റെ അടുത്ത്. പക്ഷേ ഇവിടെ ദാൽ ലേക്കിൻ്റെ അടുത്ത് നമ്മുടെ സന്തോഷ് ജോർജ് കണ്ട ഒരു ഇത് കണ്ടിരുന്നു. ഈ ആളുകൾ ഇതുണ്ട്, ഫ്ലോട്ടിങ് ഇതുണ്ട്. ആളുകൾ നമ്മളെ എന്താ പറയുക, കച്ചവടം, തോണിക്കൂടിയുള്ള കച്ചവടം ഉണ്ട്. അത് കാണുന്നത് ഈ ഒരു സമയത്ത് പോകണം. പലതരം ആളുകൾ വന്നിട്ട് ഇതാക്കും. നമ്മൾ യൂറോപ്പിലൂടെ ഒക്കെ നടക്കുന്ന ഫീലിംഗ് ഇല്ലേ നോക്ക, ഒന്നുമേ പിരിയലേ. ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ദാൽ തടാകത്തിനടുത്തുള്ളതാണ്. പക്ഷേ ഈ സ്ഥലത്ത് നമ്മൾ മുമ്പ് വന്നിട്ടില്ല. പക്ഷേ ഈ യാത്ര ചെയ്താൽ നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് കൂടെ പോകുന്ന പോലെ അല്ലേ. അത്ര കണ്ടാൽ എന്ത് ഭംഗിയാണെന്നറിയോ. അതിരാവിലെ ഇത് ഇങ്ങനെ തൊള്ളയിൽ ഇങ്ങനെ വിടാതെ ഇങ്ങനെ പോകുന്നുണ്ട്. രാവിലെ മൂത്രം ഒഴിച്ചപ്പോൾ അതിന് ഫുൾ പോക. ഞങ്ങളെ സത്യം പറയാ എല്ലാവരും നമ്മളിതൊക്കെ കാണാതെ മരിച്ചു പോയാൽ എന്ത് നഷ്ടമാണ്. നല്ല കാഴ്ചകൾ. ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ നേരെ ഉറക്കത്തിൽ എണീറ്റ് കണ്ട് നടന്നാണ് ക്യാമറ കണ്ട് കയ്യിലെടുത്ത്. കാരണം ഇതിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഇതാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ സീനൊക്കെ മാറും, വേറെ എന്തൊക്കെയായിരിക്കും. അതിൻ്റെ മോനെ ഇനിയാണ് കിടിലം കാഴ്ചകൾ. ഏതോ ചുറ്റുമുള്ളതൊന്നും കാണാൻ വയ്യ സാറേ വേറെ അവസ്ഥയാണ്. ഇതെടുത്തോ, വീഡിയോസ് എടുത്തോ, റീൽസ് ഇടാം. നോക്കാം നമ്മളിതുവരെ കണ്ടതൊക്കെ പോയിട്ടോ.
ഞങ്ങളിവിടെ ഫോട്ടോ എടുത്ത് മരിക്കുകയാണ്. കാരണം ഇവിടെ എവിടെ നോക്കിയാലും ഫോട്ടോ പോയിൻ്റാണ്. എവിടെ നിന്ന് എടുത്താലും ഭംഗിയുള്ള ഫോട്ടോകൾ. ഒരു ദാൽ തടാകത്തിലേക്ക് ഒരു പ്രിൻസ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞിട്ടൊരു ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും. പക്ഷേ എവിടെ പോകണം എന്താണെന്നൊരു ഐഡിയ ഇല്ല. കാരണം നമുക്ക് ഒന്നും അറിയില്ല. വാ നടക്കുക വാടാ. ആ ഒരു കഴിയുമ്പോൾ ഞാനും എൻ്റെ മോനെ അമ്മാര് തണുപ്പ് അറിയോ. കൈയൊക്കെ ഇതാ വേണ്ടത്. ക്യാമറമാനൊന്നും തൊടാനുള്ള ഇത് തരുന്നില്ല. ഇവിടെ കാശ്മീരികളെ കണ്ടാൽ പെട്ടെന്നറിയാം. മറ്റ് നാട്ടിലെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം. രണ്ട് നാട്ടുകാരെയും ഔട്ട്സൈഡേഴ്സിനും കാശ്മീരികളെ പെട്ടെന്ന് തിരിച്ചറിയാം. കര കാണാ കടലല്ല മേലെ. ഇതുണ്ടാ ഇതൊന്നും ചില്ലറുണ്ടാ നോക്കാം. ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്. ഇവിടെ നമുക്കൊരു ഞങ്ങൾ ചായ അടിച്ചാൽ കയറിയിടാം. മുപ്പരടങ്ങ ഞങ്ങളോട് മലയാളം പറയുന്നതാ. കാശ്മീരിയുടെ ആരെ കണ്ടാലും ഒരു മലപ്പുറം കേരള നോക്കണം. എത്ര മലപ്പുറത്ത് ആൾക്കാർ ഇവിടെ വന്നു തോന്നുട്ടോ. നമ്മളിങ്ങനെ മലപ്പുറത്ത് അവർക്കറിയാം. കേരളം എന്ന് ചോദിക്കേണ്ട പോലെ മലപ്പുറം എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ് ചോദിക്കുന്നത് മലപ്പുറം എന്ന്. ഇവിടെ കണ്ടില്ല ഒരാൾ. ഇവിടെ നോക്കാം ഒരാൾ ചുരുണ്ട് കൂടി കിടക്കുന്നത്. അവിടെ ഒരു നായ്ക്കുട്ടി ഇങ്ങനെ കിടക്കുന്നത്. എങ്ങനെ ഈ തണുപ്പത്തെ പണിക്കൊക്കെ പോകാൻ തോന്നുന്നു അല്ലേ? കിടന്ന് ഇറങ്ങാൻ തോന്നും. ഒരു പണിക്ക് പോകാൻ തോന്നില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കടയിൽ തിരക്കായി. അവിടെ ഉണ്ട് ക്യാമറ പോലും മര്യാദക്ക് പിടിക്കാനുള്ള ഇതില്ല. അത്ര തണുപ്പാണ്. ക്യാമറ അതാ ഇപ്പോഴത്തെ നായ്കളുടെ കൂട്ടൊക്കെ വരുന്നു. അടച്ചാൻ വരാൻ നമ്മളെടുത്തുക അടച്ചത്. ഞാൻ ആദ്യം പേടിച്ച്. ഇത്രയും നായ്ക്കളാ. ഇതൊന്നും എല്ലാവരും കൂടി പോയി വന്ന്. അയ്യോ ഇവിടെ നല്ല മൂപ്പര് വെള്ളം എടുത്തപ്പോൾ എല്ലാവരും പോവുകയും ചെയ്ത്. വെറൈറ്റി കാഴ്ചട്ടോ. അയ്യോ ഇയാളെ മൂപ്പര് തേടി വന്ന നായ്ക്കളാണ്. ദീസ് ഡോഗ്സ് ഫോർ all are running. Eating. Morning every time. Every day. Oh, he. ഒരു ഭക്ഷണം കഴിക്കാനുണ്ട്. ഇതാ കുറച്ച് നായ്ക്കളെ മൂപ്പര് കൂടെ കൂടി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ പൈസ ഇതെടുത്തിട്ടില്ല. ലിക്വിഡ് പൈസ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഫോൺ പേ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഫോൺ പേ അതും വൈഫൈയിൽ. ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല. ഗൂഗിൾ പേ വർക്ക് ചെയ്യും. ഇത് മീൻസ് ഞങ്ങൾ പോസ്റ്റ് പെയ്ഡ് സിം അല്ലല്ലോ. നാട്ടിലെ സിം വെച്ച് കണ്ട് വൈഫൈയിൽ കയറുന്ന ഫോൺ പേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇനി ATM പോകണം. ഈ നായ്ക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ പൈസ ഇല്ല. ഇതിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ഇതിൽ പൈസ ഇല്ല. ഇവിടെ കണ്ട മഞ്ഞ് പെയ്യുന്ന ഒച്ച. മഴ പെയ്യുന്ന പോലെ. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എടാ നമ്മളെന്താ ഈ നാട്ടുകാരല്ലടാ. അത് ഇവർക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊടുക്കണം. എന്തെങ്കിലും നമ്മളെ പ്രതീക്ഷയോടെ വരികകൾ. ഒരു 10 രൂപ ബിസ്ക്കറ്റിൻ്റെ ചായക്കടക്കാരൻ ഞങ്ങളെ മൂപ്പര പ്രോപ്പർട്ടിക്ക് ക്ഷണിച്ചിട്ടോ. തുമാര നാം മുബഷീർ മുദസ്സിർ. ഇതാ കൊച്ചി കാശ്മീർ. ഇവരുടെ എന്താ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇവിടെ. എന്തൊന്നും കറക്റ്റ് മനസ്സിലായി. ഇവരുടെ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. ഇപ്പോൾ കാശ്മീർ വരുന്നത് മറ്റൊരു അറിയിപ്പും കൂടിയാണ്. ഇവർക്ക് ഇവിടെ 10 റൂമുണ്ട്. മുകളിൽ ഫാമിലി റൂം, താഴെ സാധാ മറ്റ് യാത്രക്കാർക്കുള്ള റൂമൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ജസ്റ്റ് ചായ അടിക്കാൻ വന്നതാണ്. തറവാട് എന്നാണ് ഇതിൻ്റെ പേര് മൂപ്പരിട്ടിരിക്കുന്നത്. മലയാളത്തിലുള്ള പേര്. എന്തൊക്കെ കാഴ്ചകളാണ് പോകുന്നത്. ഇതാട്ടാ മുമ്പത് ഇഖ്ലാസ് ഗസ്റ്റ് ഹൗസ് സ്ഥലം. ഈ ഒരു
ദാൽ തടാകത്തിൻ്റെ സമയത്ത് ഒരുപാട് റൂമുകൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ പല മലയാളികളും ഇവിടെ റൂം ലീസിനെടുത്ത് കണ്ടൊക്കെയാണ് ഈ യാത്രാ സംഘങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് നൽകുന്നത്. പക്ഷേ ഇത് ലീസിനെടുക്കുമ്പോൾ കുറച്ച് പൈസ ചിലവുണ്ടെന്ന് ഇന്നലെ ഒരുത്തം പറഞ്ഞു. 3 ലക്ഷം രൂപ എടുത്ത് ഒരു വർഷത്തേക്ക് കൊടുത്തിട്ടാണ് ഇവരിതാക്കുന്നത്. അങ്ങനെയൊക്കെ ഇങ്ങാണ്ട് അഡ്വാൻസ് ആയിങ്ങാണ്ട് എന്നിട്ട് യാത്രക്കാരെ കൊണ്ടുവന്ന് നല്ല ഇതാണ്, ലാഭവും ഇതൊക്കെ രാഷ്ട്രവും ഒക്കെ ഉണ്ടാകുന്നൊരു ബിസിനസ്സാണ്. നമുക്ക് റൂമൊക്കെ റൂമൊക്കെ വെച്ചത് നല്ല നീറ്റ്. ശരിക്കും ലൈഫ് നല്ല അടിപൊളിയല്ലേ. നമ്മളെ നല്ല സിസ്റ്റം ഇല്ല അടിയിൽ ഇത് വെക്കുന്നത്, കാരണം തണുപ്പ് കയറാൻ വെച്ചിട്ടാണ്. നല്ല റൂം, വല്ല ബാത്റൂമൊക്കെ ഉണ്ട് നല്ലത്. ഇതാണ് ഒരു തറവാട് പറഞ്ഞത്. യെസ്, ഒരു തറവാട് ലുക്ക് ഇട്ടത്, പഴയ തറവാട് ലുക്ക് ഉണ്ട്. വുഡിൻ്റെ ഉണ്ട്. ബെസ്റ്റ് നെയിം ഫോർ തറവാട്. ഇറ്റ്സ് എ ഗുഡ് suitable name. This is the first homestay here. इसको जानता है वेलकम्बन. ഓക്കെ ഓക്കെ. वेलकम्बन. വെള്ളക്കൊമ്പൻ. ഓ ഇതാ വെള്ളക്കൊമ്പൻ. ഓ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജിലെ വെള്ളക്കൊമ്പൻ. ഇവിടെ സോ മെനി മലയാളി ഗൈസ് ആർ ഹിയർ. इधर बहुत सारा मजे, thousands of मलयाली के हैं. ഓക്കെ, ആയിരക്കണക്കിന് മലയാളികൾ വന്ന് താമസിച്ച സ്ഥലമാണ്. ഏതായാലും ഇനിയും വരുന്നോളും യാത്ര കണ്ടിട്ട് ആരെങ്കിലും. അങ്ങനെ ഏറെ നേരത്തെ കാട്ടിന് ശേഷം ഞങ്ങളുടെ ചായ റെഡി ആയിട്ടുണ്ട്. റൊട്ടി കഴിക്കണമെന്ന് ഏതാ ഞാൻ ഒരു ദിവസം സമയം പൊളിയാട്ടോ. കശ്മീരി റൊട്ടി തിന്നാ. ചായയും റൊട്ടിയും കൂടി നല്ല കോമ്പിനേഷനാണ്. ഒന്നുകൂടി മഞ്ഞത്ത് നല്ല ചായ കുടിച്ചു പോണു. ബൈ, ടുമാറോ കാണാം. ഷഫീഖ്, അഷ്ഫാഖ്. പഠിച്ച തമ്പുരാന് ഈ നായ്ക്കളെല്ലാം കൂടി നമ്മളെ ചായക്കും വേണ്ടി നിൽക്കണ പാവാണ്. അല്ല അറ്റിങ്ങൊക്കെ കൊടുക്കണ നമ്മളെ വളഞ്ഞിക്കണ നായ്ക്കള്. അല്ല ഇതൊന്ന് ഒഴിവാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ നടക്കണം. 8:30 ഞങ്ങളെ സാരഥി വരും, ഡ്രൈവർ വരും. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി കാണാൻ വേണ്ടി. പക്ഷേ മൂപ്പരുടെ അടുത്തൊക്കെ ചായയൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് കുറേ സമയം സംസാരിച്ച് നമ്മളവിടെ ആണ്ട് സ്റ്റക്കാക്കി. ശരിക്കും ദാലേക്ക് മൊത്തത്തിൽ ഇങ്ങനെ ദാലേക്ക് അത്രയുണ്ട്, ഏരിയ ഉണ്ട് കേട്ടോ. ദാലേക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ സഞ്ചാരികൾ രാവിലെ കയറ്റുന്നുണ്ട്. അപ്പോൾ മൂപ്പര് നമ്മളോട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞങ്ങളവിടെ കുടുങ്ങിപ്പോയി. പിന്നെ ഒരു ചായ കുടിച്ച ഭയങ്കര ആശ്വാസം. പിന്നെ കശ്മീരിയുടെ ഇവിടെ പ്രാദേശിക റൊട്ടി ഇത് കഴിച്ചു. നല്ലല്ലേ, ചായയും അതും കൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ. നമ്മൾ പോകുമ്പോൾ അതേ അവസ്ഥ അല്ലേ, ഒരു മാറ്റമില്ല. സൂര്യനൊന്നുമില്ല, മഞ്ഞ് കായുന്ന ആളുകൾ, നായ്ക്കൾ, മനുഷ്യന്മാർ എല്ലാവരും ഈ മഞ്ഞിലിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അന്നത്തെ രാവിലെ സൂപ്പർ ആട്ടോ അല്ലേ. ജീവിതത്തിലെ ഒരു പ്രത്യേക രാവിലെ ഇടുന്ന്. ഇവിടെ ചെറിയ പൈസക്ക് തന്നെ ഒരുപാട് ഇത് കിട്ടും. ഒരുപാട് ഷിക്കാരകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ അതിരാവിലെ പോകുന്ന ഷിക്കാരക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദാൽ ലേക്കിൽ നടക്കുന്നൊരു പരിപാടി, അത് ഭയങ്കര അപൂർവമായ സംഗതിയാണ്. അതായത് അവരുടെ സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പന നടത്തുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതാ ഒരാളെ എൻ്റെ പിറകെ ഒരാളെ റൊട്ടിയായിട്ട് പോണ്. വേറെ ആളെ ഈ ആളുകളെ നായ്ക്കളെ പിന്തുടരും ഈ ഭക്ഷണത്തിന് വേണ്ടി. നമുക്കിത് കാണുമ്പോൾ എന്തോ പോയത്. പക്ഷെ ഇവർ ഒരുപാട് നായ്ക്കളുണ്ട് കേട്ടോ. പക്ഷേ നായ്ക്കൾ ഒരിക്കലും നമ്മളെ കുരക്കുകയോ ആക്രമിക്കുകയോ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ നല്ല ഇത്. പക്ഷെ അവർക്ക് ഫുഡ് വേണം. ഞങ്ങളതിന് കയ്യിൽ പൈസ ഇല്ലാതെ അങ്ങോട്ട് പോയത്. ഇൻഷാല്ലാ ഇനി നാളെ ആവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കണം. നമ്മളെ പറ്റുന്നത് നമ്മൾക്ക് എല്ലാ നായ്ക്കളും പോയി പൊട്ടിന് മാറ്റാൻ ചെയ്തു. പക്ഷെ എന്നാലും കാണുകയെന്നുണ്ടെങ്കിൽ കാണാം. എല്ലാ തെരുവിലും മൂലയിലും നായ്ക്കളുണ്ട്. ശ്രീനഗറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ റൂമുകൾ കിട്ടും. വല്ല പ്രോപ്പർട്ടീസിനും എല്ലാ ആളുകളും അവരുടെ ഹോം സ്റ്റേ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ വീടുമ്പോൾ തന്നെ റൂം
അല്ലെങ്കിൽ അവരുടെ മറ്റു പ്രോപ്പർട്ടികളിലൊക്കെ വീടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് തന്നെ എടുത്താൽ കുറഞ്ഞ ചിലവിൽ റൂം കിട്ടും. പിന്നെ അതിനടുത്ത് തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഭക്ഷണശാലകളുണ്ട്. സാധാരണക്കാരായ ആളുകളാണ്, അതൊന്നും വലിയ ബിസിനസ്മാന്മാർ നടത്തുന്നതൊന്നുമില്ല, ചെറിയ ചെറിയ. അപ്പോൾ അവരുടെയൊക്കെ കടകളിലൊക്കെ പോയി നല്ല ഭക്ഷണം കിട്ടും, നല്ല ഫ്രഷ് ഭക്ഷണങ്ങൾ അല്ലേ. ഇന്നലെ രാത്രിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 രൂപയ്ക്ക് ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചു. നല്ല ഭക്ഷണങ്ങളായിരുന്നു, നല്ല വയറ് നിറഞ്ഞു. പിന്നെ അവർ നല്ല രീതിയിൽ തന്നെ നമ്മൾ സൽക്കരിക്കും. ഇതൊക്കെ തന്നെയാണ്. ഹെവി ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീനഗർ തന്നെ നല്ല വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. നല്ല മട്ടൻ ഇതൊക്കെ കഴിക്കുന്നത്, കാശ്മീരിൻ്റെ തനത് ഇതും കൂടി കിട്ടുന്നു. ഇത് പറഞ്ഞാൽ ലോക്കൽ രീതിയിൽ പോയി കഴിഞ്ഞാൽ സാധാരണ വിഭവങ്ങൾ കുറച്ച് ചിലവ് കുറച്ച് കഴിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഈ അവിടെ കുറച്ച് പോസ്റ്റായി ഇപ്പോൾ കുറച്ച് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മലയാളികൾ മൊത്തം ഈ ഒരു ഏരിയയിലാണ് ഇവിടെയൊക്കെയാണ് താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് മലയാളികളായിട്ട്. അപ്പോൾ ആദ്യം കാണുമ്പോൾ നല്ലൊരു പുതുമൊക്കെ ആയിരുന്നു, പിന്നെ ആളുകൾ കൂടിയപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ മടി. അവരും അങ്ങനത്തെ ഉണ്ട്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. കാശ്മീരികൾ പറഞ്ഞത് ഭയങ്കര വേറെ തന്നെ ഒരു സൈസാണ്. അങ്ങനെ രാവിലെ വെറുതെ നടക്കാനിറങ്ങി. നമ്മളെ ഇവരൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട്. ഞങ്ങളാണൊന്നും വെക്കാത്തത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ ഇന്നലെ ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ ഭക്ഷണം കഴിച്ച കടയിലൊക്കെ ആക്കുന്നത് അതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. തിരിച്ചെത്തി. ഡ്രൈവറിന് മുമ്പ് മാറ്റണം. അയ്യോ, ഇത് അടിപൊളിയായിട്ടോ. ഇവിടെ ഞാൻ റൂം എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. നല്ല റൂമാണ് നമ്മൾ ഇത് കഴിഞ്ഞുള്ളത്. സൗകര്യമാണ്. ഞാൻ കാണിച്ചുതരാം. എത്ര ഉണ്ട്?